എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാ. സ്വന്തം അച്ഛനെ പറഞ്ഞ ഏത് മോളാണെങ്കിലും റിയാക്ട് ചെയ്യും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഇയാള് റിയാക്ട് ചെയ്യത്തില്ലേ ഒരു അച്ഛന്റെ തൊഴിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ? എന്തോരം വിഷമാവും. ഒരു പ്രാവശ്യമല്ല, 1, 2, 3 പ്രാവശ്യം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമില്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അത് കഴിഞ്ഞ് മസ്താനക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. കാരണം മസ്താന്റെ ഭാഗത്ത് തെറ്റാണ്. ആ വീട്ടിലിരുന്ന് എല്ലാവരും കൈയടിച്ചു. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്. ബോൾഡ്. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഏഷ്യാനെറ്റിലെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു, ജിൻസി നമ്മള് ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എനിക്ക് തിരിച്ചു പറയണമെന്നുണ്ടായിരുന്നു. കാരണം എന്റെ ചങ്കിലാകൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ ഒരു കാര്യം മനസ്സാവാച അറിയാത്ത ഒരു അപ്പാലിന്റെ കേസില് ഞാൻ കുറെ കേട്ടതാണ്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ തിരിച്ചു പറയിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. അതില് വലിയ കാര്യമൊന്നുമില്ല, അതാർക്കും അപ്പൊ പറ്റാത്ത സന്തോഷമുള്ളൂ. ഇപ്പൊ ഏറിലല്ലേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല. ഇനി എപ്പോഴാ താഴെ ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സംഗീ കുത്തം തമാശ പറയില്ലേ ഗുബാജി? പിൻസിയാണ് അനുവിനെ ജയിപ്പിച്ചതെന്നാണല്ലോ ഇവിടെ പൊതുവെ അത് തോന്നൽ മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനുവായിരിക്കും. അമ്മാവൻ 10:45 കവലയെന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. എനിക്ക് PR ഉണ്ടായിരുന്നില്ല. പക്ഷെ PR കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഇപ്പൊ എന്നെ പോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട.